ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മൂർത്തി മുത്തശ്ശനോട് പറയാണ് അനാമികയുടെ അമ്മ, ദേവയാനി ചേച്ചിയെ മോൾക്ക് ജീവനാ സാറേ. അപ്പം മുത്തശ്ശി, ആയിക്കോട്ടെ, അതിന് വ്യക്തമായ തെളിവില്ലാതെ അയാളെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ. നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചിവെച്ച പാല ദേവയാനി ചേച്ചി എടുത്ത് കുടിച്ചെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോൾ നവ്യ പറയാണ്, അത് ശരിയാണ് മുത്തശ്ശി, എനിക്ക് തരാൻ വേണ്ടിയാണ് നയന പാല് കാച്ചി വെച്ചത്. പിന്നെ അവൾ ചെന്ന് നോക്കുമ്പോൾ ആ പാല് കണ്ടില്ല. അതിനുശേഷം അവൾ പോയി ഫ്രിഡ്ജിൽ നിന്നും വേറെ പാലെടുത്തിട്ട് കാച്ചിയിട്ടാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ദേവയാനി പാല് കുടിച്ചിട്ടാണോ അതോ അവൾക്ക് മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് വ്യക്തമായ അറിയാതെ ആരും ആരെയും പരസ്പരം വിമർശിക്കാൻ പാടില്ല. അവരങ്ങനെ പറയുന്ന സമയത്താണ് ആദർശ് കയറി വരുന്നത്. മോനെത്തിയല്ലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് മോനെ? അതിപ്പോൾ വലിയ കുഴപ്പമില്ല മുത്തശ്ശ. എൻ്റെ മുഖം കണ്ടിട്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് 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 പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നീ സത്യം പറയണം. മുത്തശ്ശ, അമ്മ ഇപ്പോൾ ICUവിലാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഞെട്ടുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയോ നവ്യയോ, അതായത് അനാമികയോ അനാമികയുടെ അമ്മയോ ഒക്കെ അത് കേട്ടിട്ട് ഞെട്ടുകയാണ്. പിന്നെ ആദർശ് പറയാണ്, ഇന്നലെ രാത്രി കുടിച്ച പാല അമ്മയെ വീഴ്ത്തി കളഞ്ഞത്. ഉള്ളിൽ നന്നായിട്ട് വിഷം ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അനാമികയും അമ്മയും പരസ്പരം നോക്കുകയാണ്. അവർക്ക് വല്ലാത്തൊരു ഷോക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നവ്യയും മുത്തശ്ശിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അതായത് വിഷമത്തോടെ നോക്കുകയാണ്. അനാമിക പറയാണ്, കണ്ടോ കണ്ടോ, പാല് കുടിച്ചിട്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അനാമികയുടെ അമ്മ പറയാം, ആ പാല് അടുക്കളയിലേക്ക് കാച്ചി വെച്ചത് ആദർശിൻ്റെ നയനയാണ്, അവൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത് അവൾ തന്നെയാണ്. ചേച്ചി, അവൾ ആർക്കും വിഷം വിളമ്പി കൊടുത്തിട്ടില്ല ഇതുവരെ ആണ് നവ്യ പറയുന്നത്. ആ പാലിനകത്ത് വിഷം ചേർത്തവരായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് വിളംബരം ചെയ്യുന്നത്. നവ്യേ, വ്യക്തമായ തെളിവില്ലാതെ ആരെയും പ്രതിയാക്കരുത് എന്ന് ഞാൻ പറഞ്ഞതാ. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും എന്താ തലേ കയറാത്തത്? വീട്ടിനകത്തൊരാൾക്ക് ആപത്ത് വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. വളർന്നു പോയ ആൾ പഴയപടി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടത്. അനിയും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലാണ്. ഞാൻ അവരുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാനാണ് വന്നത്. അപ്പം മുത്തശ്ശൻ അപ്പോഴാണ് അനാമികയുടെ അമ്മ പറയുന്നത്, സാറേ, ഈ വീട്ടിൽ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മോൾക്കും ഇതുപോലെ ആവാനുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അനിയുടെ സമ്മതത്തോടെ നിങ്ങളെ സ്വന്തം വീട്ടിലേക്ക് മോളെ കൊണ്ടുപോകാം. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഏതർത്ഥത്തിലായാലും മുത്തശ്ശൻ പറയാം, എന്ന് നമ്മൾ എവിടെയും ജീവിക്കാൻ പാടില്ല. സോറി മുത്തശ്ശ, അമ്മയുടെ ഉള്ളിലുള്ള ഭയം കൊണ്ട് പറഞ്ഞു പോയതാ. അത് കേട്ടപ്പോൾ നവ്യ അനാമികയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും വലിയായിരുന്നു. അതായത് അനാമികയും അനാമികയുടെ അമ്മയും. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി അവൻ്റെ മുറിയിൽ നിന്നും വാച്ചൊക്കെ കെട്ടി മുടിയൊക്കെ ചെയ്യുകയാണ്. അനി, ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആരാ? അനാമിക വന്ന് ചോദിക്കുക. എൻ്റെ സ്വന്തം വല്യമ്മയല്ലേ, അതും നിന്നെ ആദർശേട്ടനെ പോലെ സ്നേഹിക്കുന്ന വല്യമ്മ. അവരെ കൊല്ലാൻ നോക്കിയത് സ്വന്തം മരുമകൾ തന്നെയാണ്. അവൾ അവളുടെ ചേച്ചിക്ക് നല്ല അസല് പശുവിൻ്റെ പാല് കൊടുത്തിട്ട് വല്യമ്മയ്ക്കുള്ള പാലിനകത്ത് വിഷം കലർത്തി. അത് കേട്ട് അനി പറയാണ്, നീ അങ്ങനെ ചെയ്യുവാണെങ്കിലും ഒരു കാലത്തും ഞാനെടുത്തി അങ്ങനെ ചെയ്യില്ല. എന്ത് പറഞ്ഞാലും അവളെ നീ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നേ? നീ പറയുന്നതിൽ കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെ. നീയും നിൻ്റെ അമ്മയും ഇവിടെ വന്നേൽ പിന്നെയാ ഇത്രയും സന്ദർഭങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇത്രത്തോളം തീക്ഷ്ണമല്ലായിരുന്നു കാര്യങ്ങൾ. അവിയും അപ്പച്ചിയും വളഞ്ഞ വഴിയിൽ കൂടി പോകുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് നവ്യയുടെ സ്വഭാവവും അത്ര നന്നായിരുന്നില്ല. ഏതായ പൊട്ടിത്തെറികളും ഇവിടെ ഇടക്കിടക്ക് ഉണ്ടായിട്ടുണ്ട്. നീ വന്നപ്പോൾ അത് രൂക്ഷമായി എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു വരുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടി നിൻ്റെ വല്യമ്മയെ ഹോസ്പിറ്റലാക്കിയെന്നല്ലേ? ഞാൻ പറയുന്നില്ല. കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും കണ്ട രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഏട്ടത്തിയെ നീ കുറ്റപ്പെടുത്തിയാൽ അത് ഞാൻ സഹിച്ചെന്ന് വരില്ല. സഹിക്കില്ല. അവൾ നിൻ്റെ കാമുകിയുടെ ചേച്ചിയല്ലേ, ബന്ധുവിൻ്റെ ചേച്ചി തന്നെയാണ്. എന്നാൽ അതിലുപരി അവരെൻ്റെ ഏട്ടത്തി അമ്മയാണ്. അങ്ങനെ ഞാൻ അവരെ കാണുന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത അവർക്കുണ്ട്. അവർ ഈ വീട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം മാത്രമേ വെച്ച് വിളമ്പി കൊടുത്തിട്ടുള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും ഒക്കെ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഇവിടുത്തെ ആണുങ്ങളെയൊക്കെ ഒരു പിരി പോയിരിക്കുക. നല്ല രീതിയിൽ പിരിപോയ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അതൊന്നും അയാളുടെ പേര്.
എൻ്റെ വീട്ടിലെ ആണുങ്ങളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ? ഉറപ്പായിട്ടും പൊള്ളും. വീട്ടിൽ ആണായിട്ട് ആണത്വം ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അബി. ബാക്കി എല്ലാവരും നട്ടെല്ലുള്ള ആണുങ്ങൾ തന്നെയാണ്, നന്മയുള്ളവരാ. പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. ആ അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം പാചകം ചെയ്യുന്നതും കാച്ചുന്നതും ഒക്കെ നീ പറയുന്ന നിന്റെ ഏട്ടത്തിയാ. അപ്പോൾ അവരല്ലേ യഥാർത്ഥ പ്രതി? വഴക്കിൽ കൂടിയാ ഞാനേട്ടത്തി ആദർശേട്ടനെ പരിചയപ്പെട്ടത്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ആ വഴക്ക് കൂടുകയായിരുന്നു. എന്നാൽ ആ ആദർശേട്ടൻ ഇന്ന് ഞാനേട്ടത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹേ കുറുക്കു വഴിയിൽ കൂടി ഏട്ടത്തി പിടിച്ചു വാങ്ങിയൊന്നല്ല, പ്രവൃത്തിയിൽ കൂടി എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഏട്ടത്തി ഇടം നേടിയെടുത്തതാ. അങ്ങനെയുള്ള നാനേടത്തിയെ നീയെന്നല്ല ആര് പറഞ്ഞാലും ഞാനും ആദർശേട്ടനും ഒന്നും സംശയിക്കില്ല, ഈ സ്ഥാനത്ത് നിർത്തില്ല. അതും പറഞ്ഞ് അനി പോവുകയാണ്. പോയടുത്ത് നിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, സംശയിക്കുന്നവർക്ക് വെറുതെ വായിട്ടിളക്കാം എന്ന് മാത്രം. എന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ മുറിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നവ്യയുടെ ഫോണിൽ ഒരു കോൾ വന്നത്. അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് പറയാണ്, അമ്മയാണല്ലോ, അമ്മേനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ? അമ്മേ, നവ്യ മോളെ, ഇന്നലെ രാത്രി ഞാനും മോളുടെ അച്ഛനും സുഖമായിട്ട് ഉറങ്ങി. എന്നുവെച്ചാൽ ഞങ്ങളുടെ 2 മരുമക്കളും ഞങ്ങളെ മക്കളെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. സന്തോഷത്തിലാണ് ഞങ്ങൾ. നായനമോളെവിടെ? പിന്നെ അവൾ അപ്പുറത്തുണ്ടമ്മേ. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടോ. മോളുണ്ടോ അടുത്ത്? പുറത്തോട്ട് പോയിരിക്കുക. മോളെ, ദേ നാനയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. കാലാവസ്ഥക്കനുസരിച്ച് മാറുന്ന സ്വഭാവമാണ് നിൻ്റേത്. നവ്യ മോളെ, ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഭർത്താവ് സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് അവരോടും കാണിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ 2 പേരുടെ സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല. അനയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാത്തതാ. ഞാൻ പറഞ്ഞല്ലോ, നീ അങ്ങനെയല്ല. നേരത്തെ നിൻ്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറുക. വേണ്ട എന്നാ അമ്മ പറയുന്നത്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. എന്താ മോളെ, മോളുടെ ശബ്ദത്തിലൊരു പതർച്ച പോലെ? ഒന്നുമില്ല, അതിപ്പോൾ എണീറ്റല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് മോള് ഒരുപാട് സമയം കിടന്നുറങ്ങരുത് കേട്ടോ. രാവിലെ എണീച്ച് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ ഇപ്പം മോൾ അങ്ങനെ ചെയ്യണമെന്ന് അമ്മ പറയുന്നില്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലങ്ങളിൽ അങ്ങനെ ചെയ്യണം. ശരി അമ്മേ. എന്നാൽ അമ്മ വെക്കട്ടെ. ശരി. ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മുറിയിലേക്ക് അഭി വന്നത്. അപ്പോൾ അഭി വന്നതും നവ്യയോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നിനക്ക് തരാൻ വേണ്ടിയിട്ട് നവ്യയെടുത്തിയാണ് ആ പാല് കാച്ചി വെച്ചത്, നീ അറിഞ്ഞോ? എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാനായിട്ടാണ് അവർ നോക്കിയത്. എന്താ നീ പറഞ്ഞു വരുന്നത്? അതായത് നിനക്ക് തരാൻ കാച്ചിയ പാല അമ്മായി എടുത്ത് കുടിച്ചത്. അതിന് ശേഷം ഞാൻ എനിക്ക് പാല് കൊണ്ട് തന്നല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ചിലപ്പോൾ അതിന് ശേഷം അമ്മായി കുടിച്ചതിന് ശേഷം പകരം കാച്ചിയ പാലായിരിക്കും അത്. ഇതിനു മുമ്പ് നിനക്ക് തരാൻ വെച്ച പാലിലാണ് വിഷം കലർന്നത്. ഒരിക്കലും നയന എൻ്റെ കുഞ്ഞിനെ കളയണമെന്ന് ചിന്തിക്കില്ല. അഭി ഓരോന്നും പറയുമ്പോൾ അഭി ചോദിക്കുകയാണ്, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നീ ഇന്നലെ എന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിട്ട് ആണോ? അതെ, ആത്മാർത്ഥമായിട്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര പ്രതീക്ഷയില്ല. ഇന്നലെ രാത്രി അവർ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ നമ്മുടെയെല്ലാം ഉറക്കം പോയില്ലേ? ഇന്നലെ രാത്രി അമ്മായി ഹോസ്പിറ്റലിൽ ആയതോടെ ഇവിടെ ആരാ ഉറങ്ങിയത്? വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ഭർത്താവ് തരുന്ന സ്നേഹത്തിനപ്പുറം വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ പഴയ കാലമല്ല ഇന്നത്തെ കാലം. സത്യം പറഞ്ഞാൽ പരസ്പരം തല്ലുകൂടുന്നത് വീട്ടുകാർക്ക് വേണ്ടിയ ഭാര്യയും ഭർത്താവും. അവരുടെ പ്രണയം, അവരുടെ സ്നേഹം ഇതൊക്കെ നശിപ്പിക്കുന്നത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞാൽ. നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിക്ക് ഈ വീട് തന്നെയായിരുന്നു സ്വർഗം. കാരണം ഇത്രയും സുഖസൗകര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. നയനിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അതിനുശേഷം നീ എന്നെ വീട്ടിൽ കൊണ്ടുപോയി, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു, എന്നെ പാർക്കിൽ കൊണ്ടുപോയി. പക്ഷേ എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് അന്നായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മ അത്രയ്ക്ക് ഇന്നലെ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസമാണെടി ഇന്നലെ. നീ എന്തായി ആലോചിക്കുന്നേ? നീ വെറുതെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് എൻ്റെ മൂഡ് കളയരുത്. നീ ഒന്നും മിണ്ടാതിരിക്കുക. അമ്മായി ഹോസ്പിറ്റലാണത്, അതിൻ്റെ ടെൻഷനിലാണ് ഞാനിപ്പോൾ. എനിക്ക് വേണ്ടി ഞാനാ കാച്ചിവെച്ച പാലാണത്. അതിൽ ആരോ ചെന്ന് വിഷം ചേർത്തതാണ്. അപ്പോൾ അത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള വിഷം ഇട്ടതാണ്. അപ്പോൾ അത് കുടിച്ചത് വേറെ ആൾ, അതങ്ങനെ ആയിപ്പോയതാണ്. ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അഭി പറയുന്നത്, നിൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ ഒരു ഫ്രോഡാ. അവളെ അവളുടെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല. ആ വിരോധം മനസ്സിൽ വെച്ച് എൻ്റെ അമ്മായിയെ അവൾ കിടത്തി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛനും അമ്മയും, അതായത് മുത്തശ്ശനും മുത്തശ്ശിയും താഴെ ഇരുന്നിട്ടാണുള്ളത്. അവിടെ ജലജ ഇറങ്ങി വന്നിട്ട് പറയാണ്, അച്ഛനും അമ്മയും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഒരുത്തൻ മലയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടാണുള്ളത്. എന്നാൽ അവൻ്റെ ഭാര്യ ഇതൊന്നും അറിയാത്ത പോലെയാ.
ഏത് നേരവും അവൻ്റെ ഒപ്പം കൊഞ്ചിക്കൊഴിയുക. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? അയ്യോ, എൻ്റെ മോൻ്റെയും മരുമകളുടെയാ. മുത്തശ്ശി ചോദിക്കാണ്. അവരെ പറഞ്ഞു തിരുത്താൻ നിനക്ക് കഴിയില്ലേ? എൻ്റെ മോനോട് എനിക്ക് പറയാം, പക്ഷേ മരുമകളോട് പറ്റുമോ? അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്നെ തല്ലും. അപ്പോഴേക്കും അഭി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അത് കണ്ടിട്ട് ജലജ പറയാണ്, വരുന്നുണ്ട്. നിന്റെ അമ്മയ്ക്ക് ഒരേ പരാതി, നീയും നവ്യയും ബലം പാലിക്കാതെ ശുദ്ധശുദ്ധിയില്ലാതെ മുന്നോട്ട് പോകുകയാണെന്ന്. ചില നേരത്ത് അത് മറന്നുപോയെന്നുള്ള കാര്യം സത്യം മുത്തശ്ശ. അത് കേട്ട് ജലജ അപ്പോൾ നവ്യ പറയാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മുത്തശ്ശ എന്നെ ഇവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. നേരെ ഇവൻ സാമ്യാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. മാലയിട്ടവന് ആ ബോധം വേണ്ടേ മുത്തശ്ശി ചോദിക്കുക. മാലയിടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വെറുത്തിട്ടേ ഉള്ളൂ, ഇവിടെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് മാലയിട്ടതിന് ശേഷം ആ സ്വഭാവത്തിന് മാറ്റം വരുത്താമെന്ന് ഞാൻ കരുതിയത്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ വേണമല്ലോ മുത്തശ്ശ മലയോട്ടാൻ. അത് നല്ല കാര്യം, പക്ഷേ ആ സമയത്ത് പാലിക്കേണ്ട ചില ചിട്ടകളൊക്കെ ഉണ്ട്, അത് നീ തെറ്റിക്കരുത്. നവ്യ പറയാണ്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. കുഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് രണ്ടുപേരും മാപ്പ് പറയണം. ശരി മുത്തശ്ശി. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ ജലജ പറയാണ്, ഇവരെ മാത്രം കുറ്റം പറയണ്ട, ആദർശും നാനയും അതും അങ്ങനെ തന്നെയല്ലേ? ആദർശും നാനയും 2 മുറിയിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല അമ്മേ, രണ്ടും കൂടി കൊഞ്ചിക്കുഴയുന്നതൊക്കെ ഞാൻ കണ്ടു. നീ കാണാത്ത പല കാഴ്ചകളും കാണുമല്ലോ, പ്രത്യേകിച്ചും നയനയുടെയും ആദർശിൻ്റെയും കാര്യത്തിൽ. നവ്യ നയനയേക്കാൾ മൂത്തതാണെങ്കിലും പക്വത ഇച്ചിരി കുറവാണ്. ആദർശിൻ്റെ നയനയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. നിന്റെ മരുമോൻ്റെയും മരുമോൻ്റെയും കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ജലജ ചിന്തിക്കാണ്, ഇന്നെല്ലാത്തിനും തിരിച്ചടി കിട്ടുന്ന ദിവസമാണ്. പിന്നെ നയനയോട് നവ്യ പറയാണ്, നിന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത്, ആ രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിച്ചിരിക്കുന്നത്. ഞാനല്ല അത് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് സ്ത്രീകൾ വേറെയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക് നയനെ, നീ പാല് കാച്ചി വെച്ചത് എനിക്ക് തരാൻ വേണ്ടിയിട്ടാ. പാലാണ് ആദർശേട്ടൻ്റെ അമ്മ എടുത്ത് കുടിച്ചത്. പക്ഷേ അവരത് കുടിച്ചില്ല എന്നിരിക്കട്ടെ, ആ പാല് ഞാൻ കുടിക്കുകയും ചെയ്തേനെ, കുഞ്ഞ് പോവുകയും ചെയ്തേനെ. അപ്പോൾ നയന ചോദിക്കുകയാണ്, ചേച്ചിക്ക് ആരെയാണ് സംശയം? എൻ്റെ സംശയം എൻ്റെ ഭർത്താവിനെയും അമ്മയും തന്നെയാണ്. അതെന്താ അങ്ങനെ? അല്ലേ, അവൻ എന്നോട് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി പുറത്തൊക്കെ ചുറ്റി സിനിമ കണ്ടു. ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ സ്നേഹത്തിന് ഇപ്പം മാറ്റം ഉണ്ടായോ? ഇന്നവന് എന്നോട് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്നലത്തെ സ്നേഹമൊന്നും അവൻ ഇന്നില്ല. അതായത് ചേച്ചി വിഷം കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ടുള്ളൊരു സ്നേഹപ്രകടനമായിരുന്നു അത് എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. അതിനാണ് സാധ്യത. എല്ലാം ഇത് ചെയ്തതെങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് അനാമികയും അവളുടെ അമ്മയുമാണ്. ദിവസം മുമ്പ് ഞാനാണല്ലോ പായസം പരസ്പരം മാറ്റിയിട്ട് അവർക്ക് പണി കൊടുത്തത്. പ്രതികാരം ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. എങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ നയന ചോദിക്കുക. അല്ല, ഇതിനപ്പുറം ചെയ്യും അബിയും അബിയുടെ അമ്മയും ഒക്കെ. അതുപോലെ തന്നെ അനാമികയും അവളുടെ വീട്ടുകാരും അത്ര നല്ല പുള്ളികളൊന്നുമല്ല. പക്ഷേ ഇപ്പം എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയല്ലേ. നിന്നെ ആദർശേട്ടനും അച്ഛനും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനല്ലല്ലോ പാല് കാച്ചി വെച്ചത്. ഒരിക്കലും ഞാൻ വിഷം കലർന്ന പാല് ചേച്ചിക്ക് തരില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുന്നവർ ഒരിക്കലും എന്നെ പ്രതിയായി കാണില്ല. തെറ്റ് ചെയ്തവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് കഥകളും ഉണ്ടാക്കും. അപ്പോൾ അവരുടെ കഥകളിലെ വില്ലത്തി നീയാ. അപ്പോൾ ആരും മനഃപൂർവ്വം ആ പാലിൽ വിഷം കലർത്തിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ പ്രതിയായി കാണേണ്ടത് ദൈവത്തെയാണ്. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിന്റെ യാത്ര മുടക്കി നിന്റെ സകല സന്തോഷങ്ങളും തല്ലിക്കെടുത്തിയത് നിന്റെ അമ്മയമ്മയാണ്. മാത്രമല്ല, മണ്ഡലകാലത്ത് പൂർവ്വം ആദർശേട്ടനെ കൊണ്ട് 41 ദിവസത്തെ വ്രതവും എടുപ്പിച്ചു. അതുകൊണ്ട് ദൈവം തന്നെ നിന്റെ അമ്മയമ്മയെ ശിക്ഷിച്ചതാണോയെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സ്വന്തം മകനെ കൊണ്ട് അമ്മ വ്രതെടുപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ അത്ര വലിയ തെറ്റൊന്നുമല്ലേ ചേച്ചി? പക്ഷേ ഇവിടെ ഇവർ കരുതിക്കൂട്ടി ചെയ്തതല്ലേ. അതുകൊണ്ട് ദൈവം അവരെ ഒന്ന് പരീക്ഷിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ആദർശിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നതാണ്, എത്രയും പെട്ടെന്ന് തന്നെ സാറിൻ്റെ വൈഫിൻ്റെ ബ്ലഡ് കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറെ ബ്ലഡ് കയറ്റണം. ഡോക്ടർ, അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ആദർശ് ഡോക്ടറോട് ചോദിക്കുകയാണ്. മിക്ക ഓർഗൻസിനെയും വിഷം ബാധിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ഇവൻ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ കിഡ്നിയും ലിവറും ഒക്കെ ഡാമേജ് ആയേനെ. തന്നെ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ആയാലും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയല്ലേ. ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വീടിൻ്റെ മൊത്തത്തിൽ താളം തെറ്റിയിരിക്കും ഡോക്ടർ. തന്നെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാവരും കടുത്ത വേദനയിലാണ്. എൻ്റെ കൂടെ മറ്റൊരു ഷോക്ക് താങ്ങാൻ പറ്റില്ല. ദിവ്യാനിയോട് ഞാൻ വിശദമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്കറിയില്ല വിഷം എങ്ങനെയാണ് അകത്ത് കയറി ചെന്നതെന്ന്. അവരുടെ സംസാരത്തിൽ നിന്നും സൂയിസൈഡിനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലായി.
ആരെങ്കിലും മനഃപൂർവ്വം ഇത് ചെയ്താണെങ്കിൽ വീട്ടിൽ നിന്ന് വിശ്വസിച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. ഇത് വളരെ ദയനീയമാണ്. എന്തായാലും അനന്തപുരി തറവാടിന് കോട്ടം തട്ടുന്ന വാർത്തകളൊന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും പുറത്തു പോവില്ല. ശരി ഡോക്ടർ, ഞങ്ങളും ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആഘാതം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, അമ്മയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ? ഇനി ഒരു ഉറപ്പ് തരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഞാൻ. അത് കേട്ട് ആദർശം ഞെട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സി യു ഓൾ.